നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശശമഹാപുരുഷ രാജയോഗത്തിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. ജ്യോതിഷപ്രകാരം 2024 ശനി ത്രികോണ രാശിയായ കുംഭത്തിലേക്ക് സംക്രമിക്കുന്നതായിരിക്കും. അതുമൂലം ശശമഹാപുരുഷ യോഗം, പുരുഷ രാജയോഗം സൃഷ്ടിക്കപ്പെടും. ഈ രാജയോഗം ജ്യോതിഷത്തിൽ വളരെ ശുഭകരമായി കണക്കാക്കുന്നു. ജാതകത്തിൽ ഈ രാജയോഗം ഉള്ളവൻ ധനവാനാകുന്നു. ബിസിനസ്സിൽ മികച്ച പേര് സമ്പാദിക്കുവാൻ സാധിക്കും. എല്ലാ മേഖലകളിലും വിജയിക്കുവാൻ സാധിക്കും. ഇത്തരമൊരു സാഹചര്യത്തിൽ 2024 ചില രാശിക്കാർക്ക് ഈ യോഗം വന്നു ചേരുകയും ഭാഗ്യം പ്രകാശിക്കുകയും ചെയ്യും. ഇവർക്ക് സാമ്പത്തികമായ നേട്ടത്തിനും ഭാഗ്യത്തിനും ശക്തമായ സാധ്യതയുണ്ട്. ഏതൊക്കെ രാശികളാണ് എന്ന് പരിശോധിക്കാം. വിഷയത്തിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്കും സുഹൃത്തുക്കളിലേക്കും മറ്റും ഇതൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ എന്നിവയൊക്കെ വീഡിയോയുടെ ചുവടെ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധമായ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നേരെ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമായി ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക അവസാന മുക്കാൽ ഭാഗം, അതുപോലെ തന്നെ രോഹിണി, മകയിരം ആദ്യ അരഭാഗം. ഇടവം രാശിക്കാരുടെ ജാതകത്തിൽ കർമ്മഭാവത്തിൽ ശശമഹാപുരുഷ രാജയോഗം രൂപപ്പെടാൻ 2024 സാക്ഷ്യം വഹിക്കും. അതിനാൽ ഈ സമയം ജോലിയിലും ബിസിനസ്സിലും വിജയം നേടുവാൻ സാധിക്കും. കൂടാതെ ഈ സമയത്ത് ബന്ധങ്ങളുടെ മാധുര്യം അനുഭവിച്ച് അറിയുവാൻ സാധിക്കുന്നതാണ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വർഷം വളരെയധികം ഗുണകരമായിരിക്കും. കൂടാതെ ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ കാലയളവിൽ മികച്ച ജോലി തന്നെ ലഭിക്കുന്നതായിരിക്കും. മറുവശത്ത് ബിസിനസ് വിപുലീകരിക്കുവാൻ സാധിക്കും. ധാതുക്കൾ, എണ്ണ, ഇരുമ്പ്, കറുപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഈ വർഷം മികച്ച വർഷം തന്നെയായിരിക്കും. എഞ്ചിനീയറിംഗ്, സാങ്കേതിക മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് ഈ കാലഘട്ടം മികച്ചതായിരിക്കും. വളരെയധികം ഉയർച്ച പ്രാപിക്കുവാൻ സാധിക്കും. അടുത്തത് ചിങ്ങൻ രാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ഈ വർഷം മഹാപുരുഷ രാജയോഗത്തിൻ്റെ രൂപീകരണത്തോടെ നിങ്ങൾക്ക് മികച്ച ദിനങ്ങളായിരിക്കും ഉണ്ടാകുക. കാരണം നിങ്ങളുടെ രാശിയിൽ ചിങ്ങം രാശിക്കാരുടെ 7ാം ഭാവത്തിലാണ് രാജയോഗം രൂപപ്പെടാൻ പോകുന്നത്. അതിനാൽ ഈ സമയത്ത് ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷകരവും സംതൃപ്തവും ആയിരിക്കും. പങ്കാളിയിൽ നിന്നും വളരെയധികം പിന്തുണ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ലഭിക്കുന്നതായിരിക്കും. പങ്കാളിത്ത ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തികമായ നേട്ടങ്ങൾ ലഭിക്കും ഈ കാലയളവിൽ. അതുപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ പെട്ടെന്ന് വർധനവും വന്നു ചേരാം. കൂടാതെ ശശരാജയോഗത്തിൻ്റെ രൂപീകരണത്തോടെ 2024 വാഹനം വാങ്ങുവാനോ വസ്തു വാങ്ങുവാനോ ഉള്ള യോഗം കാണുന്നുണ്ട്. അടുത്തതായി കുംഭം രാശിയിൽപ്പെട്ട അവിട്ടം അവസാന അരഭാഗം, ചതയം, അതുപോലെ തന്നെ പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുംഭം രാശിക്കാരുടെ ലഗ്നഭാവത്തിൽ ശശമഹാപുരുഷ രാജയോഗം രൂപപ്പെടുന്നതായിരിക്കും. അതിനാൽ ഈ സമയത്ത് നിങ്ങളുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കും. കൂടാതെ തന്നെ പ്രവർത്തന ശൈലി മെച്ചപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ ശനിയുടെ ഒരു ആനുകൂല്യം കൂടി ഈ കാലയളവിൽ ലഭിക്കും. ഇത് കരിയറിലും മറ്റും ജോലിയിലും മറ്റും മികച്ച വളർച്ച നേടുവാൻ സാധിക്കുന്നതായിരിക്കും. ഈ കാരണങ്ങൾ കൊണ്ട്
കൂടാതെ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണെന്ന് തെളിയുന്നതും ആയിരിക്കും. ഒരു പുതിയ എനർജി അല്ലെങ്കിൽ ഊർജം ഒക്കെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളിൽ ദൃശ്യമാകുന്നതായിരിക്കും. ദാമ്പത്യ ജീവിതമൊക്കെ വളരെയധികം മികച്ചതായിരിക്കും. കൂടാതെ കുടുംബത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നത് കാണുവാൻ സാധിക്കും. മാതാപിതാക്കളുമായിട്ടൊക്കെ വളരെയധികം ഒത്തുചേർന്ന് പോവുകയും അവരുടെ അനുഗ്രഹ ആശിസ്സുകളും മറ്റും നേടുവാനും സാധിക്കും. അതുപോലെ തന്നെ വിവാഹം കഴിക്കാതെ നിൽക്കുന്നവർക്ക് ഈ 2024 വിവാഹം നടക്കുന്നതായിരിക്കും. പൊതുവെ മികച്ച സമയമായിരിക്കും കുംഭം രാശിയിൽപ്പെട്ടവർക്ക്. അവസാനമായി മീനം രാശിയിൽപ്പെട്ട പൂരുരുട്ടാതി അവസാന കാൽഭാഗം, അതുപോലെ തന്നെ ഉത്രട്ടാതി, രേവതി. ശശമഹാപുരുഷ രാജയോഗം മീനരാശിക്കാർക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതായിരിക്കും. കലാമേഖലകളിലും കായിക രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം മികച്ച സമയമായിരിക്കും. 10 മടങ്ങ് ശക്തിയോടുകൂടി ഇവരുടെ പെർഫോമൻസ് ഉയരത്തിൽ എത്തിക്കുവാൻ ഈ കാലയളവിൽ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവർക്കും ശനിയുടെ ഒരു സാന്നിധ്യം മൂലം ജോലിയിൽ പുരോഗതി കൈവരിക്കുന്നതായിരിക്കും. വിദേശത്തുള്ളവർക്കൊക്കെ ശമ്പള വർധനവും സ്ഥാനക്കയറ്റവും മറ്റും ലഭ്യമാകുന്നതായിരിക്കും. പൊതുവെ വളരെയധികം പോസിറ്റീവായ ഒരു എനർജി നിങ്ങളിൽ വന്നു ചേരുന്ന വർഷമായിരിക്കും. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ ദമ്പതികൾ പിണങ്ങി മാറി നിൽക്കുന്നവരും മറ്റും ഒത്തുചേരുവാനുള്ള അവസരവും ഉണ്ടാകുന്നതായിരിക്കും. കൂടാതെ തന്നെ സ്ത്രീകൾക്ക് വളരെയധികം സമാധാനപരമായ ഒരു വർഷമായിരിക്കും 2024 മീനം രാശിയിൽപ്പെട്ട സ്ത്രീകൾക്ക്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിത രീതിയും സംസാര രീതിയും മറ്റുള്ളവരെ ആകർഷിക്കുവാൻ പര്യാപ്തമായിരിക്കും. കൂടാതെ തന്നെ ജീവിതശൈലിയിലും മറ്റും മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ നിങ്ങൾ പരിശ്രമിക്കുന്നതായിരിക്കും. അത് ഏറെക്കുറെ വിജയിക്കുകയും ചെയ്യുന്നതായിരിക്കും. ആരോഗ്യ സംരക്ഷണാർത്ഥം വ്യായാമങ്ങളും അതുപോലെ തന്നെ പുതിയ ഭക്ഷണക്രമങ്ങളും ഒക്കെ നിങ്ങൾ പരിശീലിക്കുന്നതായിരിക്കും. കൂടാതെ തന്നെ മനസ്സമാധാനത്തിനായി യോഗ, അതുപോലെ തന്നെ ധ്യാനം, കൂടാതെ തന്നെ പ്രാർത്ഥനാ രീതികൾ എന്നിവയൊക്കെ കൊണ്ടുവന്ന് ചിട്ടയായ ഒരു ജീവിതവും നയിക്കുവാൻ മീനം രാശിയിൽപ്പെട്ടവർക്ക് ഈ കാലയളവിൽ സാധിക്കുന്നതായിരിക്കും. വിഷയം ഇവിടെ നിർത്തുന്നു. പുതിയൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.